യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ല ഒരു പ്രഭാതം കാണുന്നത് കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. മിഷൻ 7 ഒരുക്കുന്നതായ ഈ പ്രഭാത മോർണിംഗിലേക്ക് നിങ്ങൾ ഇവരെയും സ്വാഗതം തുടങ്ങുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ചിന്താവിഷയം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഇവിടെ തരുന്ന വേദവാക്യം, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കർത്താവ് കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്തത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യൻ ആയിത്തീരുവാൻ ആവശ്യമായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. പ്രിയമുള്ള ദൈവജനമേ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനേകം പേരെ കുറ്റപ്പെടുത്തി നാം മുന്നോട്ട് പോകുന്നതായ ഒരു സമ്പ്രദായം നമുക്കുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, മറ്റുള്ള വ്യക്തികളെ നാം കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി നാം പക്ഷപാതം ചെയ്യുക, അത് ഏറ്റവും ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ജനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളെന്ന് പറഞ്ഞായ നാം ഓരോരുത്തരും നാം തമ്മിൽ കാണുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ ഇല്ല എന്ന് പറയുവാൻ തക്കോണം കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, എൻ്റെ മക്കൾ തമ്മിൽ കാണുമ്പോൾ എൻ്റെ സ്നേഹം അവരിൽ നിന്നില്ല, തമ്മിൽ പങ്കുവെക്കുന്നില്ല. എൻ്റെ മക്കൾ തമ്മിൽ കാണുമ്പോൾ അവർ മുഖങ്ങൾ തമ്മിൽ നോക്കാതെ രണ്ടുപേരും രണ്ട് ഭാഗത്തോട്ട് മാറിപ്പോകുന്നതായ ഒരു കാഴ്ച കാണുമ്പോൾ ആ ക്രിസ്തു വളരെ ഏറെ ദുഃഖിക്കുമെന്ന് പറയാം. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ സഹപാഠികളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ഭവനത്തിലുള്ളതായ വ്യക്തികളോട് നമ്മുടെ സ്നേഹവും സഹതാപവും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടതും ഏറ്റവും വലിയ അത്യാവശ്യം ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും പല വ്യക്തികളെയും കുറ്റപ്പെടുത്താറുണ്ട്. നാം ചിന്തിക്കണം, ഒരുപക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തിയതായ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ കുറ്റം വിധിച്ചതായ പല വ്യക്തികളും ദൈവത്തിൻ്റെ മുമ്പാകെ നീതീകരിക്കപ്പെട്ടവരായി അവർ കാണപ്പെടും. അത് വളരെ വിചിത്രമായിരിക്കാം, എങ്കിലും അവർക്ക് ക്രിസ്തുവിൻ്റെയും ദൂതന്മാരുടെയും സഹതാപം ലഭിച്ചിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ ദൂതുവാഹകരായിരിക്കുന്നതായ പുരുഷനും സ്ത്രീയും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, അവർ വളരെ വ്യക്തമായിട്ടും വിവേകത്തോടെയും കൂടി പ്രവർത്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവരുടെ ആത്മാക്കളെ അവർ വൃത്തത്തിലേക്ക് ഒരിക്കലും ഉയർത്താതെ അവർ താഴ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഇവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് ഞാൻ വസിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ജനമാകുന്ന ഞാനും നിങ്ങളും നമുക്ക് താഴ്മയുടെ അനുഭവം ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് വിനയത്തിൻ്റെ അനുഭവം ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ അപ്രകാരം കുറ്റരാക്കപ്പെട്ടതായ അനേകർ അവര് നിരുത്സാഹപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം മറ്റുള്ളവർ അവരെ കുറ്റം വിധിക്കുമ്പോഴും ക്രിസ്തു അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം മറ്റൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ നാം ചിന്തിക്കണം,
അവർ കർത്താവിൻ്റെ കരത്തിൽ അവരെ ദൈവം ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ കുറ്റപ്പെടുത്താതെ നമ്മുടെ കൂട്ടുകാരനോട്, നമ്മുടെ സഹപാഠിയോട്, നമ്മുടെ അയൽവാസിയോട്, നമ്മുടെ സ്നേഹിതരോട്, നമ്മുടെ ചാർച്ചക്കാരോട്, നമ്മുടെ പാസ്റ്റർമാരോട് അവരെ ആരെയും കുറ്റപ്പെടുത്താതെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യണം. കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ തോക്കണം കർത്താവായ യേശുവുണ്ട്. ഞാനും നിങ്ങളും അവരെ കുറ്റം വിധിക്കാതെ അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തോക്കണം. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊള്ളുന്നു. അതിനുവേണ്ടി ഒരുങ്ങുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല സമയത്തിന് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ പ്രഭാതത്തിൽ ലഭിച്ചതായ വചനം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഇന്നു മുതൽ അടിയങ്ങൾ അപ്രകാരം ആയിത്തീരുവാൻ ഞങ്ങൾ ഓരോ മക്കളെയും സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം. സകലതും യേശുക്രിസ്തു മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.